ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദിയുടെ നാളത്തെ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ആകെ തകർന്ന് കയറി പോകുന്ന ശങ്കരനാരായണനെ കണ്ടിട്ട് വീട്ടിലെല്ലാവരും വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആ വിഷമം കണ്ടിട്ട് മുത്തശ്ശി വേദേനെ വിളിക്കുകയാണ്. ഫോൺ എടുക്കുന്നത് കമലയാണ്. ഈ സീൻസൊക്കെയാണ് നമ്മൾ കണ്ട് നിർത്തിയത് കേട്ടോ. ഇനി നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് ശങ്കരനാരായണനോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വരുന്ന വേദേനയാണ് കേട്ടോ. പക്ഷെ വേദേന അവിടുന്ന് വേദയുടെ അച്ഛൻ ആട്ടി ഇറക്കുകയാണ് ചെയ്യുക. ഇവിടെ ഒരു ശുദ്ധി കലശം നടത്താൻ പോവുകയാണ്. നമ്മളെ വേണ്ടാന്ന് വെച്ച് ഈ വീട്ടിൽ പോയ ആരെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആരെയും നമുക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് വേദയുടെ ഒരു ഫോട്ടോ ഒക്കെ വേദയും വേദയുടെ അച്ഛനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വേദയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടാണ് ശങ്കരനാരായണൻ അയാളുടെ ദേഷ്യമൊക്കെ തീർക്കുന്നത് കേട്ടോ. മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും തൻ്റെ മോള് തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിൽ അങ്ങനെയൊക്കെയാണ് ശങ്കരനാരായണൻ പ്രതികരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആള് കയറി പോകുന്നുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്നവരുടെ മുന്നിൽ ശ്രീകാന്തിനോട് വേദ പറയുന്നുണ്ട്, വിക്രത്തിനെ എന്നെയും പിരിക്കാൻ വേണ്ടി ഏട്ടൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വിക്രത്തിനെ ആക്രമിക്കാൻ ഏട്ടൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വിക്രമിനെതിരായിട്ട് ഈ കളികളൊക്കെ നടത്തിയത് ആരാന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ അച്ഛൻ്റെ മുന്നിൽ വിളിച്ചു പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്ന് ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ വേദ പറയുന്നുണ്ട്. അപ്പോൾ വേദന മുഖത്ത് നോക്കി മിണ്ടാണ്ട് ഒരു ദേഷ്യത്തിൽ ശ്രീകാന്തിൻ്റെ ഭാര്യ എടി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മതി, ശങ്കരനോട് മാപ്പ് പറയാനാണ് വേദ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേദ അത് പറയുന്ന ചെയ്യും പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവാൻ മുത്തശ്ശി നിൽക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രം ആകെ വിഷമിച്ചിരിക്കുകയാണ്. വിക്രത്തിന് നല്ല വിഷമമുണ്ട്. കാരണം വേദേനെ അങ്ങനെ ആട്ടി ഇറക്കി വിട്ടതിൽ വിക്രത്തിന് നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിനോട് വേദ എല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ചതുകൊണ്ട് എൻ്റെ അച്ഛനിപ്പോൾ എന്നെ വേണ്ട എന്നുള്ള കാര്യമൊക്കെ വിക്രത്തിനോട് വേദ പറയുമ്പോൾ വിക്രത്തിന് വേദയോട് ഒരു സഹതാപവും വിഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്